ആദ്യം അരുൺകുമാറിലേക്കാണ്. അരുൺ, ഇപ്പോൾ SITക്ക് രമേശ് ചെന്നിത്തല നൽകിയ മൊഴി, രമേശ് ചെന്നിത്തല പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദേശ വ്യവസായി, മലയാളിയായ പത്തനംതിട്ടക്കാരൻ വ്യവസായി നൽകിയ മൊഴി, അതിൽ നിന്നാണ് ഈ ഡി മണിയിലേക്ക് എത്തുന്നത്. ഡി മണിയെ ഇന്ന് മണിക്കൂറുകളോളമാണ് SIT ഡിണ്ടിഗലിൽ ചോദ്യം ചെയ്തത്. അതിൽ പുറത്തു വരുന്ന പേരുകൾ അത് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളിലേക്ക് എത്തുമോ എന്ന ആശങ്ക CPM-നുണ്ടോ? ഞങ്ങൾക്കൊരാശങ്കയില്ല. ഇവിടെ SIT വളരെ കൃത്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചത്. സീൽഡ് കവറിൽ ഓരോ ആഴ്ച നടക്കുന്ന ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. ദേവസ്വം ബെഞ്ച് അത് അടച്ചിട്ട കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തുന്നു. ഓരോ ദിവസവും കേസ് പരിഗണിക്കുമ്പോൾ വളരെ വിശദമായിട്ടുള്ള ഇടക്കാല ഉത്തരവുകൾ പാസാക്കുന്നുണ്ട്. ആ ഇടക്കാല ഉത്തരവിൽ അതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ കോടതിയുടെ നിരീക്ഷണം കൃത്യമായി സൂചിപ്പിക്കുകയും ഇനി ഇൻവെസ്റ്റിഗേഷൻ ഏത് രൂപത്തിലാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു. ഇതുവരെ 10 തവണ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചിട്ടുണ്ട്. ആ 10 തവണയും ഇടക്കാല ഉത്തരവുണ്ട്. ആ ഉത്തരവിലെല്ലാം ഈ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അന്വേഷണം ഏതെല്ലാം രൂപത്തിലാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടും അതിന്റെ ഓപ്പറേറ്റീവ് പോർഷൻ ഓഫ് ദി ഇന്ററിം ഓർഡറിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകട്ടെ, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യട്ടെ, എത്ര മണിക്കൂർ വേണമെങ്കിലും ചോദ്യം ചെയ്യട്ടെ, അതോടൊപ്പം തന്നെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ SIT ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അന്വേഷണം പൂർത്തീകരിക്കണം. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടോ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കുറ്റം ചെയ്ത ആരും നിയമത്തിന്റെ മുന്നിൽ വരണം. അവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. അതുപോലെ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുപിടിക്കണം എന്നതിൽ ഞങ്ങൾ അന്നും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ആ അഭിപ്രായത്തിൽ തന്നെയാണ്. ആധികാരികമായി നമ്മുടെ മുന്നിലില്ല. ശരി അരുൺ, ഇപ്പോൾ ഈ ഡി മണി തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നത് ഈ പറഞ്ഞ പത്തനംതിട്ടയിലെ വ്യവസായിയോട് ചോദിച്ചിട്ടാണ്. ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാളുടെ ഫോട്ടോ എടുത്ത് വ്യവസായിക്ക് അയച്ചു കൊടുക്കുന്നു. ഇയാൾ തന്നെയല്ലേ അയാളെന്ന് ചോദിക്കുന്നു. ഇയാൾ തന്നെയാണ് അയാളെന്ന് പറയുകയാണ്. പക്ഷേ ഈ വ്യവസായി കൊടുത്ത മൊഴി, അതിന്റെ വിവരങ്ങളും പുറത്തേക്ക് വരികയാണല്ലോ. വ്യവസായി കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ശബരിമല ഭരണകേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനിയുണ്ട് എന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ പേര് രാഷ്ട്രീയ നേതാക്കളിലേക്ക് പോകുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം 2019 മുതലുള്ള ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ആ ഇടപാടുകളിലാണല്ലോ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയം നടന്നതും ഈ കാലഘട്ടത്തിലാണ്. CPM-ലെ 2 നേതാക്കൾ ഇപ്പോൾ ജയിലിലുമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതിനു മുകളിലേക്ക് പോകാനുള്ള സാധ്യത, ഒരു ആശങ്ക ഈ ഘട്ടത്തിലുണ്ടോ എന്നത്. ഒരാശങ്കയുമില്ല. ഞങ്ങളുടെ മുന്നിൽ ആധികാരികമായിട്ടുള്ള ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഒരിക്കലും SIT നടത്തുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഒരു വിവരം പത്രങ്ങളിലൂടെ പുറത്തു വരുന്നതല്ലാതെ നമ്മുടെ മുന്നിൽ ആധികാരികമായിട്ടില്ല. ഇവിടെ ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയും ആദ്യം മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഈ അടത്തിയെടുത്ത സ്വർണം നേരെ കൊണ്ടുപോയി ഒരു വിദേശ കോടീശ്വരന് വിറ്റു എന്നതാണ്. എന്നാൽ ആ കോടീശ്വരന്റെ പേര് ആരെന്ന് വെളിപ്പെടുത്താൻ ശ്രീ VD സതീശനോ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയോ ഒരു ഘട്ടത്തിലും അവർ തയ്യാറായില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഒരു അപകീർത്തി ഹർജി കൊടുത്തു, ഡിഫാമേഷൻ കേസ് കൊടുത്തു. ആ കേസ് 8 തവണ സിറ്റിംഗ് നടത്തി തെളിവുകൾ ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് പറഞ്ഞു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതുവരെ ഒരു തെളിവും ഹാജരാക്കിയില്ലെന്ന് മാത്രമല്ല, പിന്നെയും തെന്നി മാറി പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ്വാരപാലക ശില്പത്തിന്റെയും അതുപോലെ തന്നെ പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ കവാടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശ്രീകോവിലുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സ്വർണം നഷ്ടപ്പെട്ടു. ആ സ്വർണം അടത്തിയെടുത്ത് കൊണ്ടുപോയി കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി, അത് ചെന്നൈയിൽ കൊണ്ടുപോയി അത് ഊറ്റിയെടുത്തു. അത് തൊണ്ടി മുതൽ വിറ്റു. ആ വിറ്റത് ഗോവർദ്ധനിൽ നിന്ന് കണ്ടെത്തി. അത് ആ തൊണ്ടി മുതൽ തന്നെയാണോ, ദ്വാരപാലക ശില്പത്തിന്റേതാണോ എന്നുള്ള പരിശോധന നടക്കുന്നു. പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം അത് തന്നെയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അതുപോലെ ഗോവർദ്ധനൻ ഫയൽ ചെയ്ത ജാമ്യാപേക്ഷയിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാനിത് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നതോടുകൂടി സ്വർണം പോയിട്ടുണ്ട്, അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ആ ഊറ്റിയത് പോറ്റി വിറ്റിട്ടുണ്ട്. വിറ്റ് കിട്ടിയ ആൾ ഗോവർദ്ധനാണ്. ഗോവർദ്ധനൻ അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന രൂപത്തിൽ തന്നെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു. തെറ്റ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. പിന്നെ ഇന്റർനാഷണൽ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു അരമിനിറ്റ് മതി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിന്നെ ഈ ഇന്റർനാഷണൽ തലത്തിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തേതോ കോടീശ്വരന് വിറ്റു എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവും തന്നെയാണ് അത് ആർക്ക് വിറ്റു എന്ന് വ്യക്തമാക്കേണ്ടത്. ഈ SIT പോരാ, CBI വേണം.
ഇന്റർനാഷണൽ കേസുകൾ അന്വേഷിക്കുന്ന വേറെ ഏജൻസി വേണം എന്ന് അവർ പറയുമ്പോൾ ആരെയാണ് രക്ഷിക്കുന്നത്? ഏത് ഏജൻസിയിൽ നിന്ന് ഈ കേസ് മാറ്റിയില്ലെങ്കിൽ അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. നോക്കൂ, അന്താരാഷ്ട്ര സംഘമുണ്ടെങ്കിൽ SITക്ക് അതിലേക്ക് അന്വേഷണത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല, ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവായാലും രമേശ് ചെന്നിത്തല ഇന്നലെ നമ്മുടെ ചർച്ചയിലടക്കം പങ്കെടുത്താണ്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് CBI അന്വേഷണം, എന്തുകൊണ്ട് കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം എന്ന് പറയുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈ SITക്കുള്ള പരിമിതിയാണ്. SIT ഉദ്യോഗസ്ഥരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.